നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളി. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പൂ, ഒന്നിങ്ങു നോക്കുമോ ആരിഫ് ജി. പിണങ്ങരുതേ അരുതേ അരുതേ. കടക്ക് പുറത്ത് എൻ്റെ രാജ്ഭവൻ മുറ്റത്ത് ഒരെണ്ണത്തെ കണ്ടുപോകരുത്. ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യാൻ ചെന്ന് വിളിച്ചത് മാത്രമേ മുഖ്യന്റെ ദൂതന് ഓർമ്മയുള്ളൂ. ഗവർണർ ഒരാട്ടായിരുന്നു. തേ കിടക്കണ വെട്ടിയിട്ട ചക്ക കണക്ക്. ലേ ചീഫ് സെക്രട്ടറി, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഈ ആട്ട് അനക്കുള്ളതല്ല, അന്നെ പറഞ്ഞു വിട്ട പിണറായിക്കുള്ളതാണെന്ന് ആരിഫ് ജിയുടെ പഞ്ച് ഡയലോഗ്. ഇതറിഞ്ഞത് AKG ഇല്ലത്ത് കാട്ടക്കാലിപ്പിലല്ലേ മുഖ്യൻ. ചോദിക്കണം മുഖ്യ, നമുക്കിത് ചോദിക്കണം, ഉറപ്പായും ചോദിക്കണം. ഈ ആട്ട് മുഖ്യന്റെ മുഖത്തേക്കുള്ളതാണെന്ന്. മുഖ്യനെ പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ സഖാവ്. ഇന്നോൻ മുഖ്യന്റെ ചീഫ് സെക്രട്ടറിയെ ആട്ടി. നാളെ മുഖ്യന്റെ മുഖത്ത് നോക്കി ആട്ടില്ലെന്ന് എന്താണ് ഇത്ര വലിയ ഉറപ്പ്? പ്രതികാരം ചെയ്യണം മുഖ്യ, ചെയ്തേ മതിയാകൂ. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാണ് പറഞ്ഞേക്കാം. ആഹാ വണ്ടി ഓടാ അങ്ങോട്ട്. ചാടി എഴുന്നേറ്റ് മുഖ്യന് ഒറ്റ നിപ്പ. അല്ലേ ഗോവിന്ദ, പ്രതികാരം നാളെ ആയാൽ കുഴപ്പമുണ്ടോ? അത് മുഖ്യൻ ഇത് ഒരുമാതിരി ഞാൻ വർത്താനം പറയാതെ ഇതങ്ങോട്ട്. ഗോവിന്ദ, അനാവശ്യമായി എനിക്ക് പ്രോത്സാഹനം നൽകി പല തവണ താൻ എന്നെ കുഴിയിൽ ചാടിച്ചിട്ടുണ്ട്. എന്നെ ആ സംഘീഖാന്റെ അണ്ണാക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറി നിന്ന് ചിരിക്കാനല്ലേ എനക്ക്. ഒരു വിവാദം ചുളിവിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഏറിയിലാകും. ഗോവിന്ദ, താൻ കൂടെ നിന്ന് കോൺക്രീറ്റ് ഇടരുത് കേട്ടോ. എനിക്കിട്ട് സമ്മതിക്കൂല ഞാനിത്, സമ്മതിച്ച് തരൂല ഞാനിത്. കിട്ടിയ ആട്ട് മേടിച്ചോണ്ട് മുഖ്യൻ ക്ലിഫ് ഹൗസിൽ വന്നിരുന്ന് കരയാണെന്നാ കരക്കമ്പി. കമലേച്ചി ആശ്വസിപ്പിക്കുന്നു കേട്ടോ നമ്മുടെ പൊന്നു മുത്തിനെ അങ്ങോട്ട്. ആ ഗവർണറെ എങ്ങനെയും ഒന്ന് വളയ്ക്കാൻ നോക്കാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് വളയുന്നില്ലല്ലോ ഇത്. എങ്ങനെ വളയാനാണ്? അമ്മാതിരി പോരായിരുന്നില്ലേ നിങ്ങൾ രണ്ടാരും കൂടി, മുഖ്യനും ആരിഫ് ജിയും കൂടി. അമ്മായിയമ്മ മരുമ്പോൾ പോരായിരുന്നു. തമ്മിൽ കണ്ടാൽ കൊഞ്ഞണം കുത്തി കാണിക്കൽ, തല വെടിച്ചൊരറ്റ പോക്ക്. പിന്നെ എങ്ങനെയത്? രാജ്ഭവനിൽ ചെന്നാൽ ചായ കുടിക്കാതെ മുഖ്യൻ പിണങ്ങി ഒരു ഒറ്റ പോക്കാം. ക്ലിഫ് ഹൗസിൽ വന്നാലോ ആരിഫ് ജി ചായ കുടിക്കാതെ ഒരു ഒറ്റ പോക്കാം. ഒന്ന് പോവേ, എൻ്റെ ചായ ഇല്ലാത്തതിൻ്റെ കുറവാണ് എനിക്കെന്നും പറഞ്ഞുകൊണ്ട്. എൻ്റെ പൊന്നടാവേ, അങ്ങനെ അടി ഇടി വെടി പുകയായിരുന്നില്ലേ രാജ്ഭവനും ക്ലിഫ് ഹൗസും തമ്മിൽ. ദണ്ണമുണ്ട്, ഗവർണർക്കും ദണ്ണമുണ്ട്. 3 ലോക കേരള സഭ നടന്നു, എന്നെ വിളിച്ചില്ല അവര്. ഞാൻ ഈ AKG ഇല്ലത്തുണ്ടായിരുന്നു, ഈ മുറ്റത്ത് ഞാൻ കാത്തിരിപ്പുണ്ടായിരുന്നു. വരുവാനില്ലാരുമെന്നൊരു നാളും ഈ വഴിക്ക്. ആ അവസ്ഥയിലായിരുന്നു ഞാൻ. ഇവിടെ ഞാൻ കാത്തിരുന്നു, ഒരുത്തൻ എന്നെ വിളിക്കാൻ വന്നില്ല. എന്നിട്ട് ഇപ്പൊ കയറി വന്നിരിക്കുന്നു ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്ന്. മറക്കൂല, ഞാനൊന്നും മറക്കൂല. കൊല്ലത്തന്നെ ആളെ വിട്ട് തല്ലിക്കാൻ നോക്കിയില്ലേ പിണറായി താൻ? മറക്കില്ല ഞാനത്. അതും പോട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്കെതിരെ പിന്നാമ്പുറ സമരം നടത്തി. നിനക്കൊക്കെ ഒരു ജെട്ടിട്ടൂടെടാ. മറക്കില്ല എന്നെ പിന്നാമ്പുറം കാണിച്ചത്. എന്നോട് ചെയ്തതെല്ലാം എൻ്റെ ഈ മനസ്സിലുണ്ട്. എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ പരിപാടിക്ക് ഞാൻ വരില്ലട്ടെ. ഇനി എന്നെ ക്ഷണിക്കാൻ വന്നാൽ തുപ്പും എറിയും ഞാൻ അങ്ങോട്ട്. Go away stupid, in the house of my രാജ്ഭവൻ you will not see any minute of the today. ഇറങ്ങി പോകണം അങ്ങോട്ട്. അല്ല പിന്നെ ഇതങ്ങനെ കട്ട കലിപ്പിലാണ് ഗവർണർ. മുഖ്യം, ഇതൊരു ചായയിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. ആരിഫ് ഖാൻ അങ്ങനെ രണ്ടും കൽപ്പിച്ചാ നിൽക്കുന്നത്. അങ്കക്കലി കയറി നിൽക്കുമല്ലേ അങ്ങോട്ട് രാജ്ഭവൻ മുറ്റത്ത്. വെറുതെ കയറി ചെന്ന് വിട്ട് വാങ്ങണ്ട, നമ്മൾ പറഞ്ഞേക്കാം. അതിന് ഞാൻ പോകൂലല്ലോ. പറ്റിച്ചേ, ഞാൻ ശിങ്കിടികളെ പറഞ്ഞയക്കും ഇവിടെ തെണ്ടികളെ. തെറി അവരല്ലേ കേൾക്കുന്നത്, എനിക്കെന്താ? മര്യാദ വേണം സംഘിക്കാൻ, മര്യാദ. 4 ആൾ അറിയാതെയല്ലേ ഞാൻ എൻ്റെ ആളെ വിട്ട് പരിപാടിക്ക് വിളിപ്പിച്ചത്. വരാൻ സൗകര്യം ഇല്ലെങ്കിൽ അത് ഇടി ചെവി അറിയാതെ പറഞ്ഞു വിടണം അങ്ങോട്ട്. അല്ലാതെ മൈക്കിലൂടെ കൊട്ടി ഘോഷിച്ച് നാണം കെടുത്താനാണോ നോക്കുന്നത്? അത്തരം വർത്തമാനങ്ങളൊന്നും എന്നോട് വേണ്ട. ഞാൻ ഇരട്ടച്ചങ്ങനല്ലേ ഞാനൊന്നുമില്ലേലും. എന്നെ അങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ ഇത്? ഞാൻ ആരുടെയൊക്കെ തെറി കേൾക്കണം എൻ്റെ കാറിൽ മസുമുത്തപ്പായത്. ഗവർണർ മുതൽ ഇച്ചിമുള്ളി അധോലോകം വരെ എന്നെ എടുത്തിട്ട് അങ്ങ് ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുവാടേത്. ഞാനൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ ബഹുമാനമെങ്കിലും ഒന്ന് താടേ എനിക്ക്. ഇനി കുറേ ദിവസത്തേക്ക് ട്രോളന്മാർക്ക് എന്നെ എയറിലാക്കാനുള്ളത് കിട്ടിയല്ലോ. പാണന്മാർ പാടി നടക്കട്ടെ, സന്തോഷിക്കട്ടെ. പാടേ, ഒന്ന് നെഞ്ചത്തിട്ട് വെട്ട്, എന്നിട്ട് റീത്തും വെച്ചു പോവാം അങ്ങോട്ട്. ആരാ അങ്ങടെ മുക്കിനെ അങ്ങോട്ട് ആട്ടുന്നത്? എൻ്റെ പൊന്നു ഗോവിന്ദ, ആർഷോന് AKG ഇല്ലത്ത് എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിട്.
ആരിഫിന്റെ പരിപ്പ് ഇവിടെ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നും പറഞ്ഞ് ആർഷം മുണ്ടുമടക്കി ചാടിക്കുത്തി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ചെമ്പട ഇത് ചെമ്പട, മുഖ്യന്റെ ചെമ്പട എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ മുന്നുമോനെ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എൻ്റെ നെഞ്ചത്തേക്കുള്ളതാണ് അത്. അതുകൊണ്ട് നീ ഇത്തവണ മിണ്ടാതെ കമാന്നൊരക്ഷരം മിണ്ടാതെ AKG യിലെത്തിരുന്നു. ആ സംഘിക്കാന് എന്നെ കണ്ടുകൂടാ, വെറുതെ ചെന്ന് കയറി മേടിച്ചു കൂട്ടണ്ട. അങ്ങനെ ആർഷോയും കൂട്ടരും ഇളകി നിൽക്കുകയാണ്. എന്നാലും എൻ്റെ മുഖ്യനെ ഓൻ, മിസ്റ്റർ ഖാൻ, നിങ്ങളുടെ മുട ഈ ഇന്ത്യയിലല്ലേ നടക്കുള്ളൂ. ധൈര്യം ഉണ്ട് ഞങ്ങളുടെ ആലത്തൂരിലെ ഇന്ത്യയിലേക്ക് വാടേ, കാണിച്ചു തരാം. തുണി വെക്കാൻ തയ്യാറായിട്ട് നിന്നോളാം ചമ്പട പിള്ളേരെ അങ്ങോട്ട്. തുണി നോക്കി കാണിച്ച് പേടിപ്പിക്കുമെന്നോ? അല്ല പിന്നെ. ഇനി ഇവരുടെ തുണി പൊക്കലുണ്ട്, നമുക്ക് സംസാരിക്കാം, അപ്പം കാണാം.